പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് PSC പരീക്ഷകളിൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. 1916 INC-യുടെ ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാര്? AC മജുംദാർ. 1916 INC-യുടെ ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാര്? AC മജുംദാർ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചതാര്? റിപ്പൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചതാര്? റിപ്പൺ പ്രഭു. ഹിതകാരിണി സമാജം സ്ഥാപിച്ചതാര്? വീരേശലിംഗം. ഹിതകാരിണി സമാജം സ്ഥാപിച്ചതാരാണ്? വീരേശലിംഗം. ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലാഹോറിലാണ്. ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ലാഹോർ. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് ആരാണ്? വീരേശലിംഗമാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞത് വീരേശലിംഗം. വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചതാര്? പണ്ഡിത രമാബായി. വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചതാരാണ്? പണ്ഡിത രമാബായി. ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് ഭരണഘടന. ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് ഭരണഘടന. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ബ്രിട്ടൻ. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യമാണ് ബ്രിട്ടൻ. ലിഖിത ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം അമേരിക്ക. ലിഖിത ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം അമേരിക്ക. ജനാധിപത്യം സഹിഷ്ണുതയാണ്. നമ്മോട് യോജിക്കുന്നവരോട് മാത്രമല്ല വിയോജിക്കുന്നവരോടുമുള്ള സഹിഷ്ണുത. ഇങ്ങനെ പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. ജനാധിപത്യം സഹിഷ്ണുതയാണ്. നമ്മോട് യോജിക്കുന്നവരോട് മാത്രമല്ല വിയോജിക്കുന്നവരോടുമുള്ള സഹിഷ്ണുത. ഇങ്ങനെ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് അമർത്യ സെൻ. ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണെന്ന് അഭിപ്രായപ്പെട്ടത് അമർത്യ സെൻ. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയമം ഏതാണ്? റെഗുലേറ്റിംഗ് ആക്ട്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട നിയമം ഏതാണ്? റെഗുലേറ്റിംഗ് ആക്ട്. ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയ നിയമം റെഗുലേറ്റിംഗ് ആക്ട് ആണ്. ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്സ്. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്സ്. ഗവർണർ ജനറലിനെ സഹായിക്കാനായി സ്ഥാപിതമായ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ എത്ര അംഗങ്ങൾ ഉൾപ്പെട്ടിരുന്നു? 4 അംഗങ്ങൾ. ഗവർണർ ജനറലിനെ സഹായിക്കാനായി സ്ഥാപിതമായ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഉൾപ്പെട്ടിരുന്ന അംഗങ്ങൾ 4 അംഗങ്ങൾ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിക്കാൻ കാരണമായ നിയമം റെഗുലേറ്റിംഗ് ആക്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിക്കാൻ കാരണമായ നിയമം റെഗുലേറ്റിംഗ് ആക്ട്. കൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് സർ എലീജ ഇംപെ. കൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് സർ എലീജ ഇംപെ. ക്രിസ്ത്യൻ മിഷണറിമാർക്ക് തങ്ങളുടെ മതം പ്രചരിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷ പ്രചരിപ്പിക്കാനും അനുമതി നൽകിയ നിയമം ചാർട്ടർ ആക്ട് 1813. 1813 ചാർട്ടർ ആക്ട്.
ക്രിസ്ത്യൻ മിഷണറിമാർക്ക് തങ്ങളുടെ മതം പ്രചരിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷ പ്രചരിപ്പിക്കാനും അനുമതി നൽകിയ നിയമമാണ് ചാർട്ടർ ആക്ട് 1813. കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് അലൻ ട്യൂറിംഗ്. കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് അലൻ ട്യൂറിംഗ്. കമ്പ്യൂട്ടർ യുഗത്തിന്റെ പിതാവ് വില്യം ഷിക്കാർഡ്. കമ്പ്യൂട്ടർ യുഗത്തിന്റെ പിതാവ് വില്യം ഷിക്കാർഡ്. വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് ക്ലോഡ് ഷാനൻ. വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് ക്ലോഡ് ഷാനൻ. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC. ലോകത്തിലെ ആദ്യത്തെ സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ EDSAC. ലോകത്തിലെ ആദ്യത്തെ സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ EDSAC. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി പെട്രോ അൽവാരിസ് കബ്രാൾ. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി പെട്രോ അൽവാരിസ് കബ്രാൾ.